നമസ്കാരം. ബൈബിൾ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഏഞ്ചൽ കേസ്. പ്രധാന വാർത്തകൾ. പണം പറിച്ചു തിന്നതിന് യുവദമ്പതികൾ അറസ്റ്റിൽ. അനധികൃതമായി പണിതു വന്ന ഗോപുരത്തിന്റെ പണി പാതി വഴിയിൽ. പ്രശസ്ത പ്രവാചകൻ ഏലിയാവിനെ കാണാതായി. ദാവീദ് ഗവൺമെന്റിനെതിരെ അട്ടിമറി ശ്രമം. ഈ വർഷത്തെ കോടിപതിയായ മിസ്റ്റർ യോബിനെ തിരഞ്ഞെടുത്തു. ബെറുഷിലേക്കിന് ഗിന്നസ് ബുക്കിൽ സ്ഥാനം. മൂന്നാം നിലയിൽ നിന്ന് താഴ്മീണ യുദ്ധിക്കോ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. പണം പറിച്ചു തിന്നതിന് ആദാം ഹവ്വ ദമ്പതികൾ അറസ്റ്റിലായി. സസ്യലഗാമികളാൽ സമ്പന്നമായ ഏതൻ തോട്ടത്തിന്റെ ഉടമസ്ഥനുമായ എഗ്രിമെന്റ് ലംഘിച്ചെന്നതാണ് അറസ്റ്റിന് കാരണം. തോട്ടത്തിലെ എല്ലാ ആദായങ്ങളും അനുഭവിക്കാമെന്നും നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുതെന്നുമുള്ള കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചതിനു ശേഷം ഹവ്വ എന്ന യുവതി പണം പറിച്ചു തിന്നുകയും ശേഷം തന്നെ ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. അവനെ ഭക്ഷിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള കേസ്. ഈ കേസ് സ്വർഗീയ കോടതിയിൽ തെളിയിക്കപ്പെടുകയും ഇരുവരെ മനോഹരമായ ഏതൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. അനുസരണക്കേടിനാലാണ് തങ്ങൾക്ക് ആ സൗഭാഗ്യം നഷ്ടമായതെന്നും ആയതിനാൽ ഇനിയുമാരും സ്വർഗീയ കോടതിയോട് അനുസരണക്കേട് കാണിക്കരുതെന്നും ആദാം ബൈബിൾ ന്യൂസിനോട് പറഞ്ഞു. സ്വർഗീയ ഗവൺമെന്റിൽ നിന്നും സാങ്ഷൻ എടുക്കാതെ തുടങ്ങിയ കൂറ്റൻ ഗോപുരത്തിന്റെ പണി പാതി വഴിയിൽ നിലച്ചു. ചിനാർ ദേശത്തെ ഒരു സമഭൂമിയിലാണ് ഈ ഗോപുരം പണി തുടങ്ങിയത്. ഇതിന് ബാബേൽ ഗോപുരം എന്നും പറഞ്ഞു വരുന്നത്. സംഭവ സ്ഥലത്ത് നിന്നും ബൈബിൾ ന്യൂസിന്റെ റിപ്പോർട്ടർ ബ്ലെസ്സി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ബ്ലെസ്സി, കേൾക്കാമോ? കേൾക്കാം. ഞാനിപ്പോൾ ബാബേൽ ഗോപുരത്തിനടുത്ത് തന്നെയുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഗോപുരത്തിന്റെ എന്നെല്ലാം കേൾക്കുന്നു. എന്താണ് നിങ്ങളോട് വിശദീകരിക്കാമോ? ഇവിടെ മനോഹരമായ ഒരു ഗോപുര പണികളിലായിരുന്നു ജനങ്ങളുടെ പ്ലാൻ. എന്നാൽ ഇവർ സ്വർഗീയ ഗവൺമെന്റിൽ നിന്നും അനുമതി എടുക്കാതെയാണ് പണികൾ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ വളരെ നന്നായി തന്നെ പണികളെല്ലാം മുന്നോട്ട് പോയി. എന്നാൽ പകുതി ആയപ്പോഴേക്കും ഗോപുര പണികളെല്ലാം തമ്മിൽ ഐക്യമില്ലാതായി. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പരം മനസ്സിലാകാതായി. കല്ല് കൊണ്ടുവരാൻ പറഞ്ഞാൽ മണ്ണും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ കല്ലും അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പിന്നീട് അവർക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. ആളുകളെല്ലാം ജ്ഞാനദേശിച്ച് ചിതറിപ്പോയി. നാം ഏത് കാര്യം ചെയ്യുമ്പോഴും സ്വർഗീയ ഗവൺമെന്റിൽ നിന്ന് അനുമതി എടുക്കണമെന്ന് ബാബേൽ ഗോപുരത്തിന്റെ എഞ്ചിനീയർ ബൈബിൾ ന്യൂസിന്റെ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കുന്നു. വാർത്തകൾ തുടരുന്നു. പ്രവാചകനായ ഏലിയാവിന്റെ തിരോധാനത്തിന്റെ അന്വേഷണത്തിൽ വൻ വീഴ്ച. കഴിഞ്ഞ കുറെ നാളുകളായി കാണാതായ ഇസ്രായേലിലെ ജലസേചന മന്ത്രിയും പ്രവാചകനുമായ ഏലിയാവിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നൽകാൻ ശുപാർശ. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാലാണ് ഈ തീരുമാനം. തിരോധാനത്തെ സംബന്ധിച്ച് സംശയാസ്പദമായ രണ്ടുപേരെ ചോദ്യം ചെയ്തു. തന്റെ പ്രിയ ശിഷ്യനായ ഏലീശയെ കുറിച്ചും ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്നാണ് തന്റെ ശിഷ്യൻ എലീശ പറയുന്നത്. എലീശ ഈ സമയം ബൈബിൾ ന്യൂസിനടക്കം ചേർന്നു. ഹലോ എലീശ, പറയാമോ? കേൾക്കാം. എലീശ, എന്താണ് താങ്കൾ ഇവരിൽ സംഭവിച്ചത്? ഏലിയാവിന്റെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുവരുവാണ്. അഗ്നിവർഷങ്ങളും മറ്റു രഥങ്ങളും വന്നാണ് ഏലിയാവിന്റെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയത്. ആ സമയം ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ആ കാഴ്ച കണ്ടതുമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളപ്പോൾ തന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. തന്റെ പുതുപ്പും വീട് വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഇതെല്ലാം അന്വേഷണ സംഘത്തിനോട് ഞാൻ പറഞ്ഞതുമാണ്. എന്നാൽ ദൈവത്തെ ഒട്ടും വിശ്വാസമില്ലാത്ത അവർ ഇപ്പോഴും തിരിച്ചെത്തുന്നു. എന്നെ കേൾക്കുന്ന ബൈബിൾ ന്യൂസിന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചാൽ അത് നന്മയായി തീരും. ഇല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ വെറുതെ നഷ്ടമായി. ദാവീദ് ഗവൺമെന്റിനെതിരെ അട്ടിമറി ശ്രമം. ദാവീദ് ഗവൺമെന്റിനെതിരെ അബ്ശാലോം നടത്തിയ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടു. ദാവീദിന്റെ സ്വന്തം മകനായ അബ്ശാലോം ദാവീദിന്റെ മുഖ്യമന്ത്രിയായ അഹീതോഫേലുമായി ചേർന്നാണ് ശ്രമം നടത്തിയത്. എന്നാൽ ഉന്നതരുടെ അത്യുന്നതൻ ജാഗ്രത എന്ന വചനപ്രകാരം സ്വർഗീയ ന്യായാധിപതി അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കിക്കൊണ്ട് ദാവീദ് ഗവൺമെന്റിനെ ഉറപ്പിച്ചു. ഈ വർഷത്തെ കോടിപതിയായ മിസ്റ്റർ യോബിനെ തിരഞ്ഞെടുത്തു. ഉദ്ദേശത്തെ നിഷ്ഠാന്തരും പേരുള്ളവരും ദൈവഭക്തരും ദോഷം വിട്ടകലുന്നവനുമായ യോബിനുണ്ടായിരുന്ന സമ്പത്തും തന്റെ പുത്രിപുത്രന്മാരുമെല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം ആദ്യത്തിനേക്കാൾ ഇരട്ടി സമ്പത്തും മുൻപുണ്ടായിരുന്ന പോലെ 7 പുത്രന്മാരും 3 പുത്രിമാരും യോബിനുണ്ടായി. താൻ ദൈവഭക്തനായതിനാലാണ് തനിക്ക് ഇങ്ങനെ ഉണ്ടായതെന്നും കൂടാതെ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്നും ബൈബിൾ ന്യൂസിനെ അറിയാൻ പറ്റും. അത്ഭുതകരമായ ഒരു പേരും കൂടെ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചു. ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന മെതുശേലക്കാണ് ഈ ഭാഗ്യവാൻ. വയസ്സ് 969. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. ലോകരക്ഷിതാവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രൂശിൽ മരിച്ച യേശുവിന്റെ ശരീരം കല്ലറയിൽ കാണുവാനില്ല. കല്ലറ തുറന്നു കിടക്കുന്നു. പട്ടാള ഉദ്യോഗസ്ഥർ എല്ലായിടവും നെട്ടോട്ടമോടി എങ്ങും കണ്ടെത്തിയില്ല. അവരുടെ ജോലി നഷ്ടമായിരിക്കുമെന്നും അവർ ഭയപ്പെടുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതായി കണ്ടവരുണ്ടെന്ന് അറിവായതിനെ തുടർന്ന് യേശുവിന്റെ സ്നേഹിതന്മാരായ പത്രോസ്, യോഹന്നാൻ എന്നിവരെയും ചോദ്യം ചെയ്തു വരുന്നു. അവരും യേശു ഉയർത്ത് വിശ്വസിക്കുന്നില്ലെന്നാണ് പറയുന്നത്. യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ താൻ ക്രൂശിക്കപ്പെടുമെന്നും ഉയർത്തുമെന്നും പറഞ്ഞിരുന്നതായി അവർ പറയുന്നു. അവരുടെ ഗുരു ഒരിക്കലും കള്ളം പറയുകയില്ലെന്നും അവർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മറിയ എന്ന സ്ത്രീക്കാണ്.
മറിയ ഈ സമയം ബൈബിളിനോടൊപ്പം ചേരുന്നു. ഹലോ മറിയ. മറിയ, നിങ്ങൾക്കാണ് യേശുവിന്റെ ശേഷം ആദ്യമായി പ്രത്യക്ഷനായത്? അത് എനിക്കാണ് യേശു ആദ്യം പ്രത്യക്ഷനായത്. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാമോ? യേശുവിന്റെ മരണത്തിന് ശേഷം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞാൻ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശുവിന്റെ കല്ലറയ്ക്ക് ചെന്നു. പക്ഷെ അപ്പോൾ ആ കല്ലറ തുറന്നു കിടന്നിരുന്നു. ഞാൻ ഓടിച്ചെന്ന് യേശുവിന്റെ ശിഷ്യന്മാരെ അറിയിച്ചു. അവര് വന്ന് കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ യേശുവിനെ കണ്ടില്ല. എന്നാൽ പിന്നീട് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഞാൻ കല്ലറയ്ക്ക് തന്നെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. കരയുന്നതിനിടയിൽ ഞാൻ കല്ലറയ്ക്കകത്തേക്ക് നോക്കിയപ്പോൾ 2 ദൂതന്മാരെ കണ്ടു. അവരോട് സംസാരിച്ച് പിന്നാക്കം തിരിഞ്ഞപ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടു. അയാൾ എന്നോട് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അയാൾ തോട്ടക്കാരനെന്ന് കരുതി. ഞാൻ പറഞ്ഞു, നീ എന്റെ യേശുവിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറയണമേ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അതിന്റെ യേശുവായിരുന്നു. ഞാൻ കെട്ടിപ്പിടിക്കാമെന്ന് വിചാരിച്ച് ഓടിച്ചെന്നപ്പോൾ എന്നെ തുടരുതെന്നും ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ലെന്നും അവൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ യേശുവിനാണെന്ന് കണ്ടു. താങ്ക് യു മറിയ. ഈ വിലപ്പെട്ട സന്ദേശം ബൈബിൾ ന്യൂസിന് നൽകിയിട്ടുണ്ട്. പാസ്റ്റർ പൗലോസിന്റെ പ്രസംഗം കേൾക്കവേ 3-ാം നിലയിൽ നിന്ന് താഴെ വീണ് മരിച്ച യൂത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് യൂത്തിക്കോസിൽ നിന്ന് തന്നെ കേൾക്കാം. ഇപ്പോൾ ബൈബിൾ ന്യൂസിന്റെ റിപ്പോർട്ടർ അനിസ നമ്മുടെ ബൈബിൾ ന്യൂസിനോടൊപ്പം ചേരുന്നു. ഹലോ അനിസ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഇപ്പോൾ യൂത്തിക്കോസിന്റെ വീട്ടിലുണ്ട്. ഇപ്പോൾ യൂത്തിക്കോസിന് എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന് നമ്മൾ സംസാരിക്കാനാകുമോ? അദ്ദേഹം ഇപ്പോൾ ഓക്കെയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ പാസ്റ്റർ പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ എത്തിയത്. പ്രസംഗം വളരെ നീണ്ടുപോയിരുന്നത്. 3-ാം തട്ടിൽ ഇരുന്ന് ഞാൻ ഉറങ്ങുകയും അവിടെ നിന്ന് താഴെ വീഴുകയാണ് ഉണ്ടായത്. പിന്നീട് പറഞ്ഞത് ഞാൻ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പാസ്റ്റർ പൗലോസിന്റെ തലയിൽ വയ്ക്കുകയും ഞാൻ തിരിച്ച് ജീവനിലേക്ക് വരികയാണ് ഉണ്ടായത്. ബൈബിൾ ന്യൂസിന്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ, പ്രസംഗ സമയത്ത് ആരെയും ഉറങ്ങാതിരിക്കുക. എനിക്ക് പറ്റിയ പദങ്ങളൊന്നും ആർക്കും പറ്റാതിരിക്കട്ടെ. താങ്ക് യു അനിസ. വിദ്യാഭ്യാസ വാർത്തകൾ. സ്വർഗീയ യൂണിവേഴ്സിറ്റി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. അബ്രഹാം വിശ്വാസത്തിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി. സഹിഷ്ണുതയിൽ ഫസ്റ്റ് റാങ്ക് ഇയോബിന് ലഭിച്ചു. പരീക്ഷ എഴുതിയ എല്ലാവരും ഇന്ന് തന്നെ അവരവരുടെ റിസൾട്ട് അറിഞ്ഞിരിക്കണമെന്നും ഈ എക്സാം റിസൾട്ട് റീവാലുവേഷൻ ഉണ്ടായിരിക്കില്ലെന്നും സപ്ലിമെന്ററി എക്സാമുകൾ ഏറ്റവും അടുത്ത ഡേറ്റിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നും സ്വർഗീയ യൂണിവേഴ്സിറ്റി അറിയിച്ചു. അപ്പോസ്തലനായ പൗലോസിന് അവാർഡും പ്രശംസാ പത്രികയും ലഭിച്ചു. ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയതിനാണ് അവാർഡ്. 14 ലേഖനങ്ങളാണ് താൻ എഴുതിയത്. സ്പെഷ്യൽ ന്യൂസ്. കുന്നമംഗലത്തെ പെന്തക്കോസ്തൽ മിഷൻ ചർച്ചയിൽ ഇന്ന് 12/7/2026 ഞായറാഴ്ച സൺഡേ സ്കൂൾ കുട്ടികളുടെ വാർഷികം നടത്തപ്പെടുന്നു. വചനാധിഷ്ഠിതമായ കലാപരിപാടികൾ കുട്ടികൾ അവിടെ അവതരിപ്പിക്കുന്നു. സെന്റർ പാസ്റ്റർ വാർഷികത്തിന് അധ്യക്ഷത വഹിക്കുന്നു. കുന്നമംഗലം സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനായി ബൈബിൾ ന്യൂസിന്റെ റിപ്പോർട്ടർ ഫേബ തലക്കുണ്ട്. ഹലോ ഫേബ, കേൾക്കാമോ? കേൾക്കാൻ. ഞാനിപ്പോ കുന്നമംഗലത്തുള്ള ഈ പെന്തക്കോസ്തൽ മിഷൻ ചർച്ചിലുണ്ട്. ഇവിടെ ഇപ്പോ സൺഡേ സ്കൂൾ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെ പറ്റി നമ്മളോട് ഏതാനും ചില സമയം വിലപ്പെട്ട സമയത്ത് നിന്ന് ഏതാനും നമുക്ക് മാറ്റിവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒരു അധ്യാപകരിൽ നിന്ന് കേൾക്കാം. ഹലോ, താങ്കളുടെ പേരെന്താണ്? ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? എന്റെ പേര് ചാണ്ടിന്നാണ്. ഞാൻ സൺഡേ സ്കൂളിൽ +2 സെക്കൻഡ് ഇയർ ആണ് പഠിപ്പിക്കുന്നത്. ബൈബിൾ ന്യൂസിന്റെ പ്രേക്ഷകരോട് ചുരുക്കമായി നിങ്ങൾ സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളെ പറ്റി പറയാമോ? സൺഡേ സ്കൂൾ പ്രവർത്തനം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 9 മണി വരെ 7 ക്ലാസ്സുകളും 7 അധ്യാപകർ 14 കുട്ടികളുമായിട്ട് സൺഡേ സ്കൂൾ വളരെ വിപുലമായി നടത്തി വരുന്നു. പിന്നെ സഹായത്തിന് ശേഷമായി വ്യാപേസം നിർവഹിക്കുന്നുണ്ട്. അതിൽ ആഴത്തിലെ അപ്പോസ്തല ഉപദേശങ്ങളെല്ലാം അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ BBS BBRS എന്നുള്ളതായ പല യൂത്ത് ക്ലാസ്സുകളായിട്ട് നടത്തി അവർക്ക് ആത്മീയമായ വർധനകൾ വരുത്തി സന്തോഷകരമായി നടത്തി. താങ്ക് യു ചന്ദ്രബാബു. താങ്ക് യു ഫേബ. ഇനി കൗതുക വാർത്ത. ഒരു മനുഷ്യന്റെ വാക്കിനാൽ സൂര്യനും ചന്ദ്രനും നിശ്ചലമായി. ദൈവപുരുഷനായ യോശുവയുടെ വാക്കിനാലാണ് സൂര്യൻ ഗിബയോനിലും ചന്ദ്രൻ അയ്യാറൻ താഴ്വരയിലും നിശ്ചലമായത്. കായിക വാർത്തകൾ. സാധോക്കിന്റെ മകൻ അഖീമാസ് ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി. ബോക്സിംഗ് കോമ്പറ്റീഷനിൽ മിസ്റ്റർ യാക്കോബ് ലോക ചാമ്പ്യനായി. ഓട്ടക്കളത്തിൽ ഓടുന്നവർ വിരുന്ന് പ്രാപിക്കേണ്ടതിന് സകലകാലവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സ്ഥിരതയോടെ ഓടണമെന്ന് മുൻ സ്പോർട്സ് താരം മിസ്റ്റർ പൗലോസ് അറിയിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. പെന്തക്കോസ്തൽ മിഷൻ ചർച്ചിന്റെ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ കെൻറി തോമസ് 9/5/2026 വെള്ളിയാഴ്ച താൻ പ്രിയമിച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. 13/5/2026 ചൊവ്വാഴ്ച തന്റെ കടക്കാരങ്ങൾ നടത്തി. 76 വയസ്സായിരുന്നു. നീണ്ട 53 വർഷം താൻ കർത്താവിന്റെ വേല ചെയ്തു. പുതിയ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായിട്ട് പാസ്റ്റർ ടൈസ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. പെന്തക്കോസ്തൽ മിഷൻ ഏകന്റീവ് ചർച്ചിൽ ശുശ്രൂഷയിലായിരുന്ന മദർ ജെസ്സി 19/6/2026 താൻ പ്രിയമിച്ച കർത്താവിൽ ചേർക്കപ്പെട്ടു. 39 വർഷം താൻ കർത്താവിൽ ശുശ്രൂഷ ചെയ്തു. പെന്തക്കോസ്തൽ മിഷൻ വിലങ്ങനൂർ ഭവനത്തിൽ ശുശ്രൂഷയിലായിരുന്ന സിസ്റ്റർ അന്നമ്മ ജോൺ 2/7/2026 താൻ പ്രിയമിച്ച കർത്താവിൽ ചേർക്കപ്പെട്ടു. 15 വർഷം താൻ
കർത്താവിന് ശുശ്രൂഷ ചെയ്തു. ബന്ധുക്കോസ്ത് മിഷൻ കുന്നംകുളം ചർച്ചിൽ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ബ്രദർ സൈമൺ 26/2020 താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇങ്ങനെ വിശുദ്ധന്മാരും വിശ്വാസികളും തങ്ങളുടെ വേറെ തികച്ച് കർത്താവിൽ ചേർക്കപ്പെടുന്നു. നാമും വളരെ ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കണമെന്ന് ബൈബിളിലെ പ്രേക്ഷകരോട് അറിയിക്കുന്നു. ലോകമെമ്പാടുമുള്ള TPM വിശ്വാസികൾക്ക് വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയിലേക്ക്. TPM സഭയുടെ സ്ഥാപകനായ ദൈവം തിരഞ്ഞെടുത്ത രാമൻകുട്ടി എന്ന പാസ്റ്റർ പൗലിന്റെ സ്വന്തം സ്ഥലമായ ഏകണ്ഠ്യൂരിൽ ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു ആരാധന തുടങ്ങുവാനിടയായി. എന്നാൽ ശരിയായ ഒരു ആരാധനാലയം അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രകാരം ഒരു ആരാധനാലയം പണിയുവാനും ആരാധനാലയത്തിന്റെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ധാരാളം പുതിയ ആത്മാക്കൾ കടന്നുവരേണ്ടതിന് വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് പ്രതിഷ്ഠാ ദിനത്തിൽ ശുശ്രൂഷകർ അറിയിച്ചു. കാലാവസ്ഥ ശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയുള്ളതിനാൽ എല്ലാവരും പാറമേൽ അടിസ്ഥാനമുള്ള നല്ല വീടുകളിൽ താമസിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകർ നമ്മെ അറിയിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.